CH സെൻ്ററിന് ആശ്രയ അനുഗ്രഹമായി ITL ഗ്രൂപ്പിൻ്റെ PA അബൂബക്കർ മുഹമ്മദ് ഹാജി, അതുപോലെ തന്നെ സിദ്ദീഖും, അതായത് ജാതി മത വർണ്ണ വിവേചനമില്ലാതെ മെഡിക്കൽ കോളേജും RC സെൻ്ററും ആശ്രയിച്ചു വരുന്ന, അതുപോലെ നിരവധി ചികിത്സാ സംബന്ധമായി വരുന്നവർക്ക് ഒരു അനുഗ്രഹം തന്നെയാണ് CH സെൻ്റർ. അവിടെ നവീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏതാണ്ട് 9-10 കോടി രൂപയ്ക്കകത്ത് ഉള്ള പ്ലോട്ട് അവർ നൽകുകയുണ്ടായി. അതായത് വളരെയധികം പ്രയോറിറ്റിയുള്ള സ്ഥലത്താണ് അത്. അവിടെ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ പാണക്കാട് സാദഖലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി, അതുപോലെ ET മുഹമ്മദ് ബഷീർ, BM സുധീരൻ, അതുപോലെ പ്രഗത്ഭരായ നിരവധി പേർ പങ്കെടുത്തു. നമുക്ക് ആ പ്രോഗ്രാം ചടങ്ങിലൊന്ന് കാണാം. അതുപോലെ തന്നെ ഈ പത്രം കൈമാറ്റം നടന്നത് നമുക്കൊന്ന് കാണാം. വളരെ ഉദാരപരമായിട്ടുള്ളൊരു സമീപനം പ്രകടിപ്പിക്കുകയും CH സെൻ്ററിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ സഹായകരമായ കാര്യത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ കണ്ണായത്ത് സ്ഥലം CH സെൻ്ററിന് ഇപ്പോൾ വിട്ടുനൽകിയിരിക്കുക. വളരെ സന്തോഷമുണ്ട്. ITL സിദ്ദീഖിനെ ജീവകാരുണ്യ പ്രവർത്തന വളരെ താല്പര്യപൂർവ്വം ഇടപെടുന്ന ഒരു ബിസിനസ്സുകാരനാണ്. തൻ്റെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് സമൂഹത്തിലെ അവസ്ഥയിലായിട്ടുള്ള പ്രയാസങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കുന്നതിൽ എപ്പോഴും അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട്. ഞങ്ങളൊക്കെ പലപ്പോഴും നല്ല സഹായവും അദ്ദേഹത്തിൽ നിന്ന് നമ്മുടെ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ലഭിക്കാറുണ്ടെന്ന് ഇവിടെ ഓർമ്മിക്കുവാൻ ആഗ്രഹിക്കുകയും ഇവിടെ ലഭിക്കുന്നില്ല. വീഡിയോ സാറിൻ്റെ സംസാരിക്കുന്നത് കാരണം ഓരോ ഘട്ടം പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ഫെസിലിറ്റി ആഡ് ചെയ്യുക, അതിനുവേണ്ടി കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഈ വേദിയിലും അതുപോലെ തന്നെ ഈ സദസ്സിലുമൊക്കെ ഇപ്പോഴും സന്നിഹിതരായിട്ടുള്ളത്. ബഷീറായി പറഞ്ഞതുപോലെ ഈ സൗകര്യം, CH സെൻ്റർ കൊടുക്കുന്ന ഈ സൗകര്യം എന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല. രോഗാവസ്ഥ വന്നു കഴിഞ്ഞാൽ ചികിത്സ വലിയ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട് എങ്കിലും ആ ഹോസ്പിറ്റലിൽ വരിക, കൂടെ അവിടെ നിൽക്കുക, അതുപോലെ തന്നെ അവിടെ അതിൻ്റെ ഇടയിൽ വേണ്ടി വരുന്ന ഒരു സപ്പോർട്ട്, അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം രോഗം വന്ന് ഒരു ക്രൈസിസ് വന്ന് മാനസികാവസ്ഥ ആ നിലയിലായി നിൽക്കുന്ന സമയത്ത് വലിയൊരു സംഭവമാണ്. എത്രയോ രോഗികളുടെ കാര്യത്തിൽ സിദ്ദീഖ് സാഹിബും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും അദ്ദേഹത്തിൻ്റെ കുടുംബവും എല്ലാം നമുക്ക് നൽകിയിട്ടുള്ള RCCയുടെ തൊട്ടടുത്ത് 10 സെന്റ് ഭൂമിയോ അതിൻ്റെ സംവിധാനങ്ങൾ നടക്കുന്നത്. അതിലുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും വളരെ മെച്ചപ്പെട്ട് വരികയാണ്. പണ്ടത്തെ കാര്യമല്ല, രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട്, അതോടൊപ്പം തന്നെ രോഗികൾക്ക് മാറുന്നുണ്ട്. പണ്ട് ക്യാൻസർ വന്നാൽ പിന്നെ അങ്ങനെ ബാക്കിയാവാറില്ല എന്നുള്ള സങ്കല്പമാണ്. ആ സങ്കല്പമെല്ലാം മാറി ധാരാളമായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ആശുപത്രിയിലേക്കുള്ള സൗജന്യ വാഹനങ്ങൾ, അതുകൊണ്ട് ഓരോ മാസത്തിൽ കഴിയുന്നത്ര സാമ്പത്തികമായിട്ട് അവസരമായിട്ട് രോഗികൾക്ക് സഹായം കൊടുക്കൽ, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് നടന്നു വരുന്നത്. ഇപ്പോൾ പുതിയ ഒരു പ്രോജക്റ്റിലാണ്, അതിനെപ്പറ്റിയാണ് അമിത് ഇവിടെ വിശദീകരിക്കുന്നത് പറയുന്നത്. വരുമാനത്തിൽ സ്ഥാപനത്തെ എത്തിക്കുന്നതിന് കൂടുതൽ ശക്തമായ ഓരോ സ്റ്റെപ്പുകളാണ്. എല്ലാ പിന്തുണയും വർദ്ധിച്ച് കൂടെ മഹത്തായ ഈ ചടങ്ങിലെ ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷേത്രകാണുന്ന അവകാശം അടുത്തത്
പ്രിയപ്പെട്ട VM സുരേഷ് സാഹിബ് ആദരവോടെ ക്ഷണിക്കുന്നു. ആദരണീയനായ സാദിഖലി ഇവിടെ സന്നിഹിതരായിട്ടുള്ള നിയമസഭാ സാമാജികരായ സഹോദരി സഹോദരന്മാർ, ഞാൻ ആശംസിച്ചു സാഹിബ്, അതുപോലെ ഇവിടെ ഈ സ്ഥലം ജനാബ് ബഷീർ അഹമ്മദ് സാഹിബ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മുമ്പേ നമ്മിൽ നിന്നും പിരിഞ്ഞു പോയ മരണപ്പെട്ടു പോയ ജനാബ് PA മുഹമ്മദ് സാഹിബ് അവർക്കുള്ള ഉപഹാരം അദ്ദേഹത്തിന്റെ സിദ്ദീഖ് സാഹിബിന് നൽകിക്കൊണ്ട് തങ്ങൾ ഇല്ല